ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഏറെ അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ മാർഗി രത്നാകരൻ. സ്വാഗതം ചേട്ടൻ. നമസ്കാരം. ചേട്ടൻ നമ്മളിപ്പോൾ ചേട്ടനെ അഭിസംബോധന ചെയ്തത് മാർഗി രത്നാകരനാണ്. ശരിക്കും എന്താണ് ഈ മാർഗി എന്നുള്ളത്? ഈ മാർഗി എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം. അതായത് ഭാരതീയ കലകൾ, കഥകളി, കൂടിയാട്ടം, നങ്ങിയാർകൂത്ത്, ചാക്യാർകൂത്ത്, അങ്ങനെ പാടകം, കഥകളിയിലെ എല്ലാ വിഭാഗങ്ങളും, ചെണ്ട, മദ്ദളം, പാട്ട്, വേഷം, ചുട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. പിന്നെ മാർഗിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിട്ട് നല്ല കഴിവുള്ള കുട്ടികൾ അപ്പോൾ ജോലിയൊന്നും കിട്ടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മാർഗിയിലേക്ക് വിളിച്ചിട്ട് അവർ കലാപരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതാണ് ഇപ്പം നമ്മുടെ മാർഗിയിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അവിടുത്തെ കോഴ്സ്. ഇത് പഠിക്കാനായി അത് ഏത് പഠിക്കാനായാലും ശരി, ഡിപ്ലോമ കോഴ്സാണ്, അല്ല സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. മാർഗി തന്നെ പഠിപ്പിക്കും. ഫീസോ യാതൊന്നുമില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അത് മറ്റ് സ്ഥാപനങ്ങളൊക്കെ സ്റ്റൈപ്പൻഡറി ആയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. പിന്നീട് അത് മാറ്റി ഇപ്പൊ കളിയോഗം എന്നാണ് ശരിക്കും അതിനെ പറയുന്നത്. ട്രൂപ്പാക്കിയിട്ട് ഇപ്പൊ വീണ്ടും അത് സ്കൂളാക്കി, മാർഗി കഥകളി സ്കൂൾ എന്നുള്ള രീതിയിൽ ആയിരുന്നു. ഈ +2 ഫ്രീ ആണല്ലോ, +2 വരെ. അപ്പൊ അവരത് കൂടുതലായിട്ട് അതിനകത്ത് കഴിവുള്ളവരെ പിന്നീട് നമ്മൾ ചെയ്യുവാണെങ്കിൽ വീണ്ടും അവിടെ മാർഗിയിൽ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിനായിട്ട് ഒക്കെ അവരെ വിളിക്കും. പിന്നെ അതേപോലെ അവർക്ക് എത്രത്തോളം പഠിക്കാവോ, അപ്പൊ അവിടെ പഠിച്ച് അരങ്ങേറ്റമൊക്കെ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത്. നടത്തിയിട്ട് പിന്നെ നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുപ്പിക്കും. അപ്പൊ ആദ്യമൊക്കെ ഇതിൽ ഈ തോടയം, പുറപ്പാട് എന്നൊക്കെ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ എല്ലാ താളങ്ങളും വരുന്ന ഒരു ഇതുണ്ട്. അവിടെ മുതൽ തുടങ്ങി പിന്നീട് കഥകളെ ഈ ഓരോ കഥകളിലേക്ക് കിടക്കും. അങ്ങനെല്ലാം പഠിപ്പിച്ച് അവർക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ നിൽക്കാം. പിന്നെ ചിലവർക്ക് അവിടെ ജോലിയാവും, നല്ല കഴിവുള്ളവരാണെങ്കിൽ ജോലിയാവും. അപ്പൊ അവിടെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ്. അതെ, ഞാൻ മദ്ദളത്തിന്റെ അധ്യാപകൻ. ഈ മദ്ദളം പൂർണ്ണമായിട്ട് കഥകളിയിലെ എല്ലാ ഭാഗങ്ങളിലും വരുന്നതാണ്. കൂടിയാട്ടത്തിലില്ല, മദ്ദളം കഥകളിയിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതില്. പിന്നെ അല്ലാതെ പഞ്ചവാദ്യം, പിന്നെ മദ്ദളം മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞിട്ട് അത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. മദ്ദളം കഥകളിയിൽ, അതായത് വിളക്ക് വെക്കുക, നമ്മുടെ ഒരു സ്റ്റേജിൽ തുടങ്ങുമ്പോൾ വിളക്ക് വെക്കില്ലേ, വിളക്ക് വെച്ച് കഴിയുന്നത് വരെ എല്ലാ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു വാദ്യം മദ്ദളമാണ്. ഈ ചേട്ടൻ്റെ രത്നാകരൻ എന്നായിരിക്കുമല്ലോ ആദ്യത്തെ പേര്. അതെ. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ മാർഗി രത്നാകരനിലേക്ക് എത്തുന്നത്? ഞാന് കലാഭാരതി കഥകളി സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിച്ചത്. അവിടുന്ന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാർഗിയിൽ പോയി. പിന്നെ അത്യാവശ്യം ഞാനൊന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാർഗിയിൽ ചെന്നതിന് ശേഷം ഞാൻ 88 മാർഗിയിൽ പോയി. ഇപ്പോൾ അവിടെ അധ്യാപകനായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മാർഗിയാണ് യോജിച്ചത് എന്ന് തോന്നി. ഞങ്ങളെ ഒരു ഫൗണ്ടർ ഉണ്ടായിരുന്നു, ഡി അപ്പുകുട്ടനാരി സാർ. അപ്പോൾ കലാഭാരതി രത്നാകരനായിട്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യത്തെ 88 പോയി, 89 ആയപ്പോഴത്തേക്ക് സാറായിട്ട് തന്നെ മാറ്റിയാണ് മാർഗി രത്നാകരൻ. എങ്ങനെ കലാപരമായിട്ട് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ കലാപരമായിട്ട് വരുന്നത് എൻ്റെ കുടുംബം മുഴുവൻ നല്ല കലാകാരന്മാരാണ് എല്ലാവരും. എൻ്റെ മുത്തച്ഛനൊക്കെ കഥകളി ചെണ്ടക്കാരും ഒക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെയൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കലാഭാരതിയിൽ കഥകളിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് പുതിയ കുട്ടികളെ എടുത്തിട്ടുണ്ട് കലാഭാരതിയിലേക്ക്. അങ്ങനെ എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ സഹോദരനാണ്. അപ്പം ഞാൻ കൊച്ചുനാളിൽ, അതായത് ഒരു 5 വയസ്സ് മുതൽ തന്നെ ഈ ഭജനയ്ക്കൊക്കെ ചുമ്മാതെ ഗഞ്ചറ മാമൻ്റെ ഒക്കെ കൂടെ ഗഞ്ചറ കൊട്ടാനും അങ്ങനെയൊക്കെ പോയി. അപ്പോൾ എനിക്കിതിലേക്ക് വാസനയുണ്ട് എന്ന് മനസ്സിലാക്കി മാമനാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ശരിക്കും എനിക്ക് പാട്ട് പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അവിടെ ചെന്ന് മദ്ദളത്തിന് കുട്ടികളില്ല. മൊത്തം 16 പേര് ഇന്റർവ്യൂ ഉണ്ട്, മദ്ദളത്തിന് കുട്ടികളില്ല. അപ്പോൾ മാമൻ പറഞ്ഞു മദ്ദളം. ഇത് ഏറെക്കാലം മുന്നേ അല്ലേ? അതെ, ഞാനിത് തുടങ്ങുന്ന 83, 84. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് ഈ മദ്ദളം പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും ജീവിതമാർഗം? അതിനെ കുറിച്ച് അന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മള് സ്കൂൾ കുട്ടികളായിരുന്നല്ലോ. കുടുംബമായിട്ടൊന്നും നമുക്ക് ആ ഉത്തരവാദിത്തങ്ങളോ മറ്റു കല പഠിക്കുക എന്നുള്ളത് മാത്രമേ അത്രേ ഉള്ളായിരുന്നു. പിന്നെ അന്ന് ഗുരുകുല സമ്പ്രദായം, നമുക്ക് വീട്ടിലൊന്നും വരാൻ പറ്റില്ല. ശനി ഞായർ മാത്രമുള്ള അവിടെ നിന്ന് പഠിക്കണം. അന്ന് ഞാൻ തുടങ്ങുമ്പോൾ 100 രൂപ സ്റ്റൈപ്പൻഡറി ആയിട്ട് ആണ് തുടങ്ങി. വലിയ കാര്യമില്ല. പിന്നെ ആ സമയത്ത് നല്ല 100 രൂപ കൊണ്ട് സുഖമായിട്ട് കഴിയാൻ. പിന്നെ എങ്ങനെ ജീവിതമാർഗമായിട്ട് അന്നേരം അത് തുടരാന്നുള്ള ജീവിതം? അത് നമുക്ക് ഓരോരുത്തരുടെയും ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോ മദ്ദളത്തിൽ ഞാൻ വന്നു, അരങ്ങേറ്റം കഴിഞ്ഞ സമയം മുതൽ എനിക്കൊരു അത്യാവശ്യം കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ ഗുരുക്കന്മാരും ഒക്കെ
പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് നേരെ ഞാൻ അപ്പോഴും മറ്റ് ഒരു ഇതിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഇത് തന്നെയായിരുന്നു ചിന്ത. പിന്നെ മാർഗി ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് അവസരങ്ങളായി. മാർഗി അതേപോലെ ദൃശ്യവേദി എന്ന് പറഞ്ഞിട്ടുള്ള കഥകളി സംഘടനയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാം തന്നിട്ടുള്ള ഒരു സംഘടനയാണ് മാർഗി കഴിഞ്ഞാൽ. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, എന്നെ ഇത്രയൊക്കെ പ്രൊമോട്ട് ചെയ്തത്, ഞാൻ ഇന്നത്തെ ഒരു ഭാഗ്യം കൊണ്ട് ഈ ഒരു ലെവലിൽ വരെ എത്താൻ കാരണം മാർഗി വിജയകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. പുള്ളി ഇന്നത്തെ ഏറ്റവും നല്ല സ്ത്രീവേഷക്കാരനാണ്, കഥകളി സ്ത്രീവേഷക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 1990 മുതൽ സ്പിക്മാക്കി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഒരു ഓൾ ഇന്ത്യ ചാപ്റ്ററാണ്. ഓൾ ഇന്ത്യ ലെവലിൽ പുള്ളിയായിട്ട് ഇങ്ങനെ പോയി ഒരുപാട് അവസരങ്ങൾ എനിക്ക് അദ്ദേഹം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ കലാമണ്ഡലം കൃഷ്ണദാസ്, അത് ഇങ്ങനൊരു ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടാണ്. കലാമണ്ഡലം കൃഷ്ണദാസ് എന്നെ വടക്കോട്ടൊക്കെ കൊണ്ടുപോയിട്ട് എനിക്കൊരു പേരെടുപ്പിച്ച് തന്നത് കൃഷ്ണദാസാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണെങ്കിലും ഞാനൊരു ഗുരുദാസൻ എന്നുള്ള നിലയിൽ കാണുന്നതാണ്. ഒരുപാട് എൻ്റെ കൊട്ടിനൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കൃഷ്ണദാസാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരുപാട് പ്രൊമോഷൻ. ഇപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടി, അതിന് വരെ അദ്ദേഹത്തിൻ്റെ നല്ല റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കഥകളിയിലെ പരമാചാര്യനായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ എന്ന് പറയുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത യാതൊരു വിഭാഗവും കഥകളിയില്ല. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കലാസാഗർ എന്ന് പറയുന്ന അവാർഡ് ഈ വർഷം 2024 എനിക്കാണ്. ഈ പറയുന്ന സമയത്ത് കുറച്ചുപേരുടെ പേര് പറഞ്ഞല്ലോ, ഇതിൽ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ, ഗുരു എൻ്റെ പ്രധാന ഗുരു കലാഭാരതിയിൽ പഠിപ്പിച്ചതാണ് കലാനിലയം ബാബു ആശാൻ. ആശാന്റെ പഠിപ്പിച്ചതിന്റെ ഗുണമാണ് അന്ന് വളരെ കർശനമായിരുന്നു ആശാന്റെ ശിക്ഷണ രീതി. അതായത് ആശാൻ ചിലപ്പോൾ വെളുപ്പിനെ 3:30 വരും, ഞങ്ങളെ ഈ സാധകം ചെയ്യിക്കുക പറയും. ആശാന് തോന്നുന്ന സമയത്ത് വരിക. ഞാനും തിരുവല്ലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്. ആശാന്റെ വീട് കോട്ടയത്തും. എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജയകുമാറുണ്ട്, കലാഭാരതി ജയകുമാർ. ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടവണക്ക്, ഞങ്ങളെ കഷ്ടപ്പെടുത്തിയ കണക്ക് വേറെ ആരെയും ഒരു പക്ഷേ ആശാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടം കൂടുതലുണ്ട്. ആശാന്റെ ഏറ്റവും വലിയ ഗുണം, നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തികളെ തെറ്റ് കാണിച്ച തല്ലും. ഒരു വർഷമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആശാന്റെ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് ഒരു 4 വർഷത്തെ കോഴ്സ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ചെയ്യും, അതിനപ്പുറം എന്നെ പഠിപ്പിച്ചു ബാബു ആശാൻ. പിന്നെ ആശാൻ ആ ഒരു വർഷം കഴിഞ്ഞ് പോയി. 2ാമത്തെ വർഷം എൻ്റെ അരങ്ങേറ്റമായിരുന്നു. അരങ്ങേറ്റത്തിന് കലാമണ്ഡലം കൊച്ചുകുട്ടാശാൻ വന്നു. കഴിഞ്ഞ് ആശാൻ ആ അരങ്ങേറ്റം കഴിഞ്ഞ് ആശാൻ പോയി. പിന്നെ 3-4 വർഷത്തിൽ കലാനിലയം രാജ് എന്ന് പറയുന്ന ആശാൻ. ഇവരുടെയൊക്കെ ഒരു ശിക്ഷണത്തിന്റെ ഗുണം തന്നെയാണ് ഇപ്പൊ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ശ്രീ ലാലേട്ടന്റെ നാടകം ഛായാമുഖി, അതിന്റെ സംഗീത സംവിധായകനായിരുന്നു ചേട്ടൻ. അതെ. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു? അപ്പൊ അദ്ദേഹം വലിയൊരു നാടകം ചെയ്യുന്നു, അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തപ്പെടുന്നു ചേട്ടൻ? ശരി, അത് ഇപ്പൊ ഈ അടുത്ത് നമ്മളെയൊക്കെ ഇവിടെ പറഞ്ഞ ശ്രീ പ്രശാന്ത് നാരായണനാണ് എന്നെ ആ ഛായാമുഖിയിലേക്ക് കൊണ്ടുവന്നത്. അതിന് പ്രശാന്തിന് പ്രചോദനമായത്, ഇപ്പൊ കുറച്ചു കാലത്തിന് മുമ്പ് മരിച്ചുപോയ പി ബാലേന്ദ്ര സാറിന്റെ ഒരു നാടകം മാറാമറയാട്ടം നേരം പോക്കെന്ന് പറഞ്ഞിട്ട് ഉള്ളൂർ അഭിനയ നാടക കളരിയിൽ. അപ്പൊ അന്ന് ഞാൻ മദ്രക്കാരനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വേറൊരാളെയാണ് സംഗീത സംവിധാനമായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം വന്നില്ല. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് മാറി. അങ്ങനെ പ്രശാന്ത് ബാലേന്ദ്ര സാറിനോട് പറഞ്ഞു, രത്നാകരൻ അത്യാവശ്യം സംഗീതമുള്ള ആളാണ്, നമുക്ക് റിഹേഴ്സലിന് വേണ്ടി രത്നാകരനെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് ചോദിച്ചു. നമുക്ക് റിഹേഴ്സൽ നടക്കണം, അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്ര സാർ ഞാൻ സാറിനോട് ചെന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സാർ ഞാനൊരു പുതുമുഖമാണ്, എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് രത്നാകരന്റെ നാടകം എന്ന് വിചാരിക്കുക, രത്നാകരൻ ഇഷ്ടപ്പെടുന്ന രാഗം, ഇഷ്ടപ്പെടുന്ന താളം, പൂർണ്ണ സ്വാതന്ത്ര്യം രത്നാകരൻ. അപ്പൊ റിഹേഴ്സലിന് വേണ്ടിയിട്ടല്ലേ, എനിക്ക് യാതൊരു പിന്നെ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആ ഒരു രീതിയിൽ ചെയ്തു. ഏകദേശം ഒരു 60ഓളം പാട്ടുകളുണ്ടായിരുന്നു. അത് ചെയ്തു. പിന്നെ നാടകം നമ്മുടെ അവസാന റിഹേഴ്സൽ, അപ്പോഴും ഈ സംഗീത സംവേദന എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറേ സംഗീതം ചെയ്യാനാണ്, ഇനി എന്താ സംഗീതം, ഇതാണ് സംഗീതം, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആദ്യം കിട്ടിയൊരു അവാർഡ് എന്ന് പറയുന്നത് സംഗീതത്തില്, ഇത് മതി എന്ന് പറഞ്ഞു. പിന്നെ ആ നാടകം 2-3 ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ഈ ഛായാമുഖി നാടകം ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ
പ്രശാന്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്, അതായത് ഈ മാറാമറയാട്ടം നേരം പോക്ക് എന്ന് പറയുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് പ്രശാന്ത് തന്നെ ഈ ഛായാമുഖിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നീരാവിൽ പോയി, പ്രകാശ് കലാകേന്ദ്രത്തിൽ പോയി, അവിടെ പോയി ഛായാമുഖി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അവതരണം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അത് ഈ അമച്ചർന്ന ഡ്രാമ ഫെസ്റ്റിവൽ. അതിൽ അന്ന് പക്ഷേ ഈ സംഗീത സംവിധാനത്തിന് അവാർഡില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രശാന്ത് തന്നെ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും കാര്യം അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം. കാര്യം അത് എല്ലാവരും പറഞ്ഞു. ലാലേട്ടനൊക്കെ അതിൽ ആ കീചകന്റെ ഒരു വരവുണ്ട്, അത് ഒരു പാട്ടിലൂടെ, രണ്ടുപേരി പാട്ടിലൂടെ. ലാലേട്ടനൊക്കെ പിന്നെ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് ഇത് പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അത് പ്രശാന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ലാലേട്ടനോട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സൊമ്മെന്ന് പറഞ്ഞിട്ട്, അല്ല, വാനപ്രസ്ഥം സിനിമ, ഷാജിയൻ കരുസാറിന്റെ, അത് മാർഗി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ കോസ്റ്റ്യൂമും ബാക്കിയുള്ള എല്ലാം ചെയ്തത്. അപ്പൊ മാർഗിയിലുണ്ടായിരുന്നു ഷൂട്ടിങ്. തൊട്ടപ്പുറത്തുള്ള പാഞ്ചാന്യം കല്യാണ മണ്ഡപം, കുതിരമാളിക. അപ്പോ അതിനു മുമ്പ് തന്നെ ലാലേട്ടനുമായിട്ട് ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടന 95-ല്. ആ സംഘടനയില് തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തുമായിട്ടാണ് അതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്തായിരുന്നു. അതിൽ ആദ്യത്തെ പ്രോഗ്രാം ചെയ്യുന്നത് ഞാൻ മദ്ദളക്കേളിയോട് കൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം 3 ഞാനായിരുന്നു. അപ്പൊ ഇതിന്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഒരു 14 ദിവസം എല്ലാ നടീനടന്മാരും വഴുത കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് റിഹേഴ്സൽ. അപ്പൊ ഇത്രയും ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു, എല്ലാ നടീനടന്മാരും. അവിടുന്ന് തുടങ്ങിയതാണ്. അപ്പൊ ഈ ഛായാമുഖ സമയത്ത് അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു നമ്മളെ? എന്റെ പേര് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ നേരിൽ ആ സമയത്ത് കാണാൻ പറ്റിയില്ല. പിന്നീട് അറിയോ പറയോ അങ്ങനെ എന്തെങ്കിലും? പിന്നീട് അദ്ദേഹത്തെ ഇതുവരെ ആ ഒരു കാര്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടിട്ടുണ്ട്, ഞാൻ പിന്നെ അങ്ങോട്ട് പറയാൻ പോയിട്ടില്ല. പിന്നെ ഈ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ ഒരു എയിം എന്ന് പറയുന്നത്, നമ്മുടെ നല്ല ചില കലാകാരന്മാരുടെ എയിം എന്ന് പറയുന്നത് ചിലപ്പോൾ സീരിയലിലേക്ക് വന്നിട്ട് സിനിമയിലേക്ക് പോവുക, അല്ലെങ്കിൽ നാടകത്തിലേക്ക് വന്നിട്ട് സിനിമയിലേക്ക് പോകുക. അവർ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എപ്പോഴും സിനിമ തന്നെയായിരിക്കും. അപ്പം ചേട്ടൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അതോ അതിനോട് ആഗ്രഹമില്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടോ? അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ അവസരം കിട്ടുമായിരുന്നു. കാര്യം നെടുമുടി വേണുചേട്ടൻ ഞാനുമായിട്ട് അത്ര ബന്ധമാണ്. അദ്ദേഹത്തിനോട്ട് വാക്ക് പറഞ്ഞാൽ അത് ഏത് മേഖലയിലായാലും അദ്ദേഹത്തിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം അതേപോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു മൃദംഗസ്റ്റാണ്, അസലായിട്ട് പാടും. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ എവിടെങ്കിലും കഥകളി ഉണ്ടെങ്കിൽ അദ്ദേഹം ഫ്രണ്ടിലുണ്ടാവും. അല്ല, മാത്രമല്ല പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒരു കഥകളിക്ക് വന്നാൽ സാധാരണ ഈ കഥകളി ആസ്വാദകരിൽ ചിലർ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ മേളം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ വേഷം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ അതിന്റെ കോസ്റ്റ്യൂംസ് നോക്കി അങ്ങനെ ആസ്വദിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ നെടുമുടി വേണുചേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആസ്വദിക്കും. നല്ലതാണെങ്കിൽ വന്ന് ഷെയ്ക്കാൻ്റെയൊക്കെ തന്നിട്ട് പോകും. എന്തെങ്കിലും എവിടെങ്കിലും ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന് ചിരിച്ച് അങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഇതെങ്ങനെയായിരുന്നു നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത്. അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ പല സ്ഥലത്തും ഉദ്ഘാടനത്തിനുമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ സിനിമാ മേഖലയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നെ ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്യാനായിട്ട് എന്നെ നിശ്ചയിച്ചതാണ്. അങ്ങനെ ഒരു അവസരം വന്നായിരുന്നു. അത് എൻ്റെ ഒരു സുഹൃത്ത് അജിത്ത് എന്ന് പറയുന്നത്, പുള്ളിയുടെ കെയർ ഓഫിലാണ് വന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് സ്പെയിൻ യാത്ര ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അല്ല, കഥകളിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ സ്പെയിൻ യാത്രയ്ക്ക് പോയപ്പോഴത്തേക്ക് അവർക്ക് ആ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പോയി. പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ സ്പെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു, അവിടെ നിന്ന് വലിയൊരു കലാകാരനാകുന്നു, അതിനുശേഷം ഒട്ടനവധി രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടെ എല്ലാം പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടും. ഈ സ്പെയിനിന് പുറമെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദേശ രാജ്യങ്ങൾ നമ്മൾ ഞാൻ സ്പെയിനിന് പുറമെ പറയുകയാണെങ്കിൽ ജപ്പാൻ, സിംഗപ്പൂര്, UAE കംപ്ലീറ്റ്. UAE എന്ന് പറഞ്ഞാൽ ദുബൈയില് 4 തവണ പോയി, അബുദാബി, ഷാർജ, അങ്ങനെ അവിടെ മൊത്തം പോയി. പിന്നെ കുവൈറ്റ്. ഇതെല്ലാം ഈ കഥകളി ബന്ധം കലാപരമായിട്ടുള്ള ഈ രാജ്യങ്ങളെല്ലാം. ജപ്പാനിൽ തന്നെ 4 തവണ പോയി. അല്ല, ജപ്പാനിൽ പിന്നെ സ്പെയിനില് 4 തവണ പോയി. ഈ ഛായാമുഖി എന്ന നാടകത്തിന് ശേഷം അങ്ങനെ ഈ സിനിമ നമ്മൾ ആ ഒരു അവസരം വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഏതെങ്കിലും ചാനലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പരിപാടികളിലൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഛായാമുഖി കഴിഞ്ഞിട്ട് പ്രശാന്ത് നാരായണൻ തന്നെ മകരധ്വജൻ എന്ന് പറയുന്ന നാടകം ഞാൻ സംഗീതം ചെയ്തു. അതില് ഇങ്ങനെ അറിയപ്പെടുന്ന ലാലേട്ടൻ അങ്ങനെയുള്ള അല്ലല്ല, അതില് ഒരു അജിത് സിംഗ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹി, അവിടെ
ഉണ്ടായിരുന്ന ആളാണ്. അജിത് സിംഗ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വേഷം ചെയ്യുന്നത്. അജിത് സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കാവാല സാറൊക്കെ ആയിരുന്നു അതിന്റെ എല്ലാത്തിനും മുന്നിട്ട് നിന്നത്. പിന്നെ അതിനുശേഷം മകരധ്വജന് ശേഷം അമൃത TV സംപ്രേഷണം ചെയ്ത രാമായണം എന്ന് പറഞ്ഞിട്ട് എന്നുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു കർക്കിടകം 1 വരെ 31 വരെ അത് സംഗീതം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഇപ്പൊ എന്തെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ നമ്മളിപ്പോ? ഇപ്പൊ ഞാൻ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല. എന്നാ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് നഷ്ടമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സിനിമ പോലൊരു വലിയ മേഖലയിലേക്ക് നമ്മൾ വരാഞ്ഞത് കലാകാരൻ എന്ന രീതിയിൽ വലിയൊരു നഷ്ടമായിട്ടോ? ഒരിക്കലും ഞാൻ ഓക്കെയാണ്? ഒരിക്കലും തോന്നിയില്ല. കാര്യം ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് എന്റെ ഈ ഒരു ഫീൽഡിൽ. എനിക്ക് അല്ലാതെ സിനിമാ ഫീൽഡിലേക്ക് പോകണോ അത് നഷ്ടമായി പോകുന്നു അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഉള്ളതിന് വളരെയധികം. അതെ, കാര്യം ഒരു എൻ്റെ ഒരു 20 വർഷത്തിന് ശേഷം, അതായത് ഇപ്പോഴും എനിക്കൊരു താഴ്ച ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. ഇപ്പൊ ഈ കഥകളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ നാടൻ കലകൾ ഇതൊന്നും തന്നെ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ന്യൂ ജനറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ ക്ഷേത്രങ്ങളിലായാലും അങ്ങനെയുള്ള അവർക്ക് കലാപരിപാടികൾ കിട്ടാൻ ഒരുപാട് പ്രയാസം കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് അത്തരത്തിലുള്ള കലാകാരന്മാർക്ക്. ഇപ്പൊ അത് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടാകുന്നുണ്ട് തോന്നുന്നു. ചേട്ടന് ചിലപ്പോൾ ഇവിടുത്തെ അധ്യാപകനായതുകൊണ്ടും അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ച് ഈ വേദികളുടെ കുറവ്, ഒരു അഭാവം അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ശരി, വേദികളുടെ കുറവ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം വേദികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് 2 രീതിയിൽ നമ്മൾ മാറ്റാം. ഒന്നിപ്പോ എന്നെ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ വന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പരിപാടികളുണ്ട്. അതെ, മാർഗിയുടെ കഥകളി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൂടാതെ മാർഗിക്ക് കഥകളി ഇല്ലാത്ത ദിവസങ്ങളിൽ മറ്റുള്ള ട്രൂപ്പുകളോട് എനിക്ക് സഹകരിക്കാം, അവരും വിളിക്കും. അപ്പൊ എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷേ ന്യൂജന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഫ്രീലാൻസർ, അവരാര് വിളിച്ചാലും പോവാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അരങ്ങേറ്റം കഴിയുന്ന കുട്ടിക്ക് വരെ ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട്. കഥകളിയിലുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു ജോലിക്ക് ശ്രമിക്കാതെ നമ്മൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. ഇവര് വേറെ ഒരു ജോലി കൂടി ശ്രമിച്ചിട്ട്, അതെ, മിക്കവാറും പേര് ഇപ്പോൾ ഉള്ള പുതിയ തലമുറയിൽ പലരും അവർക്ക് വേറെ ജോലിയുണ്ട്, അതൊരു പാർട്ട് ടൈം ആയിട്ടാണ് കഥകളി കാണുന്നത്. അല്ല, ഇത് പൂർണ്ണമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നേരത്തെ അതാ ചോദിച്ചത്, ഈ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇത് അങ്ങനെ ഉണ്ടാവുന്നു? ഒരിക്കലും ഇല്ല. കാര്യം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ കലകൾ നടത്തണം. പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, അതായത് ഒരു 10 വർഷത്തിന് മുന്നേക്കെ നമ്മള് ഇത് രാത്രി ഒരു 9 മണിക്ക് തുടങ്ങിയാൽ 6-7 മണി വരെ ഫുൾ നൈറ്റ് കഥകളിയായിരുന്നു. ഇപ്പൊ അതെല്ലാം ക്യാപ്സൂളായി ഒരു 12 മണിക്കുള്ളിൽ. പക്ഷെ എന്നാലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കഥകളി, ഓട്ടംതുള്ളല്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയുള്ള കലാരൂപങ്ങൾ ഉണ്ടാവണം, നിർബന്ധമായിട്ട് വേണമെന്ന് നമ്മുടെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പല ട്രൂപ്പുകളുണ്ട്. ഇന്ന് കേരളത്തിൽ ഇഷ്ടംപോലെ ട്രൂപ്പുകളുണ്ട്, കഥകളി ട്രൂപ്പുകൾ. അവർ ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്യണം. പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഈ കഥകളി ആസ്വാദകരുടെ കാര്യം എടുത്താൽ ചിലപ്പോൾ പ്രായം ചെന്നവരൊക്കെ ഇത് വളരെയധികം ആസ്വദിക്കുന്നുണ്ടാവും. ഈ പുതുതലമുറയിൽപ്പെട്ടവർ അത്തരത്തിൽ അതിനെ ആസ്വദിക്കുന്നവർ ചിലപ്പോൾ പല വേദികളിൽ പോകുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ പുതുതലമുറയിൽപ്പെട്ടവർ ആസ്വദിക്കാൻ വരുന്നു എന്ന് തോന്നാറുണ്ട്. കാരണം അതിന് 2 കാരണങ്ങൾ. ഒന്ന്, ഇപ്പൊ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത് പണ്ട് മൂലം ഉണ്ടെങ്കിൽ പോലും ഇപ്പോ കഥകളിക്ക് മുമ്പ് നല്ല വ്യക്തമായി കഥ പറഞ്ഞ് എന്താണെന്ന് അവതരിപ്പിക്കാൻ പോകുന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഥകളിയിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ തിരുവനന്തപുരത്ത് ഉള്ള ഒരുമാതിരിപ്പെട്ട സ്കൂളുകളിലും കോളേജുകളിലും കഥകളി ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ ദൃശ്യവേദി എന്ന് പറയുന്ന ഒരു കഥകളി സംഘടനയുണ്ട്. അവിടെ ഇപ്പൊ നടക്കുന്ന കഥകളിക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഈ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് അതിന്റെ അർത്ഥങ്ങളും ബാക്കിയുള്ള എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ തെക്കൻ കേരളത്തിലാണ് പൊതുവെ ഓഡിയൻസ് കുറവെന്ന് പറയാൻ. തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും ഇല്ല. ഇപ്പൊ കൊട്ടാരക്കര, നാവായിക്കുളം, പിന്നെ പണിമൂല, അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പണിമൂല ക്ഷേത്രത്തിൽ ചെന്നിട്ട് 5000-6000 പേരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടി, കഥകളി കാണാനായിട്ട്. വെളുക്കുന്ന ഒരായിരിക്കും. അപ്പൊ അത്രയും നല്ല ജനകൂട്ടം. അതായത് പുതുതലമുറയിൽപ്പെട്ടവരും ഇത് സ്വീകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ഇഷ്ടം പോലെ. പണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കുറച്ച് പ്രായമായവരായിരുന്നു. ഇപ്പൊ പുതിയ തലമുറ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വടക്കോട്ട് പോവുകയാണെങ്കിൽ നല്ല ഓഡിയൻസ്, നല്ല ആസ്വാദകർ. അതെ. അവിടെ പിന്നെ മേളത്തിനും കഥകളിക്ക് എല്ലാത്തിനും നല്ല ഓഡിയൻസും. ഇപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പുതുതലമുറയിൽപ്പെട്ടത്, ഞാനവിടെ പുതുതലമുറയിൽപ്പെട്ടതെന്ന് പറയുമ്പോൾ
അപ്പോൾ ഞാനടക്കമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഗ്രാഹ്യമില്ല സത്യത്തിൽ കഥകളി എന്ന് പറയുന്ന സമയത്ത്. ഇതിനകത്ത് ചടങ്ങുണ്ട് അല്ലെങ്കിൽ വേഷങ്ങളുണ്ട് അത്തരത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ അതിനെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് ഒരു ആസ്വാദകൻ ഇതിൽ എങ്ങനെയാണ് ഇത് ആസ്വദിക്കേണ്ടത്? അത് നമുക്ക് കേളികൊട്ട് മുതൽ തുടങ്ങാം. കേളികൊട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് ചെണ്ട, മദ്ദളം, ചേങ്കില, ഇലത്താളം, 4 ഇനങ്ങൾ. ഈ കേളികൊട്ട് ഉണ്ടാക്കിയത് തന്നെ പണ്ട് കാലത്ത് മൈക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളെ ഈ എന്താ വിളക്ക് വെട്ടത്തായിരുന്നു കളിച്ചിരുന്നത്, മൈക്കില്ലായിരുന്നു. അപ്പോ ഇന്ന ക്ഷേത്രത്തിൽ കളി ഉണ്ടെന്ന് അറിയാനായിട്ട് ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഹില്ലി ഏരിയയിൽ നല്ല ഏതെങ്കിലും ഒരു കുന്നിന്റെ മണ്ടയിൽ പോയിട്ട് ഈ എന്താ നമ്മൾ ഈ വിളംബരം ചെയ്യും. അതേപോലുള്ള ഒരു സമ്പ്രദായമാണ്. അതാണ് ഈ കേളികൊട്ട്. പക്ഷെ അത് മൈക്കൊക്കെ വന്നപ്പോഴും ഇപ്പോഴും അത് തുറന്നു പോവാണ്. കഥകളി ഉണ്ടെന്നറിയിക്കും. ഇപ്പൊ മൈക്കുണ്ട്, നോട്ടീസ് ഉണ്ട്. അന്ന് നോട്ടീസൊക്കെ വളരെ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും കേളികൊട്ട് നിലനിൽക്കുന്നത് സ്റ്റേജിലായിരിക്കും. ഇപ്പൊ സ്റ്റേജിലാണ്. സ്റ്റേജിൽ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ടില് പരിപാടി തുടങ്ങുന്നതിന് കുറച്ച് അതെ, ഒരു 6-6:30 സമയം ദീപാരാധന സമയത്ത് അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് അരങ്ങ് കേളി. അതായത് കഥകളി തുടങ്ങുന്നതിന് മുമ്പ് മദ്ദളം, ചേങ്കില, ഇലത്താളം ഇത് 3 കൂടെ വെച്ചിട്ട് അരങ്ങ് കേളി, ശുദ്ധമദ്ദളം എന്നും പറയും. അത് കഴിഞ്ഞാൽ പിന്നെ തോടയം എന്ന് പറയുന്ന ഒരു സരസ്വതി മന്ത്രം. എല്ലാ ദൈവങ്ങളെയും തോടയം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്ദിക്കുന്നത്. അത് പക്ഷേ പണ്ട് കാലത്ത് ഇപ്പോഴും അതിന്റെ സമ്പ്രദായം തിരശ്ശീലയ്ക്ക് ഉള്ളിലാണ്, ഓഡിയൻസിന് കാണാൻ പറ്റില്ല. തിരശ്ശീലയ്ക്ക് ഉള്ളിലാണ് പറയുന്നത്. പദവും മേളവും നൃത്തവും നിഴലും കാണാൻ പറ്റില്ല. ഇരുട്ടത്ത് അകത്തിൽ ചിലപ്പോൾ ലൈറ്റ് ഉണ്ടാവും, എന്നാലും തോടയം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ പലർക്കും അതല്ല നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരശ്ശീല മാറ്റിയിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പുറപ്പാടാണ്. പുറപ്പാട് എന്ന് പറയുന്നത് നമ്മളിപ്പോ അന്ന് അവതരിപ്പിക്കുന്ന കഥകൾ പ്രധാനമായിട്ടും കൃഷ്ണൻ പ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ വെച്ചിട്ട് അരങ്ങ് വന്ദനവും പിന്നെ ഓഡിയൻസിനെ സദസ്സും പിന്നെ അരങ്ങുമായിട്ടുള്ളൊരു വന്ദനം, അത് ചേർന്ന പുറപ്പാടെന്നാണ് അതിന് പറയുക. അത് കഴിഞ്ഞാൽ മേളപ്പദം, ഇതിനോട് ചേർന്നിട്ട് തന്നെ മേളപ്പദം. മേളപ്പദം എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകാരുടെയും മേളക്കാരുടെയും കഴിവ് പ്രകടിപ്പിക്കുക. അതല്ല, പിന്നെ പുറപ്പാട് മുതൽ അങ്ങോട്ട് കത്തുന്നില്ല. പുറപ്പാടിന്റെ ആദ്യത്തെ പുറപ്പാടിന്റെ 1, 2, 3, 4 അങ്ങനെ 4 നോക്കുണ്ട്. ഈ 4 നോക്ക് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറും. ചേട്ടൻ മനസ്സിലായിരിക്കും ഇതുവരെ കഥകളി കണ്ടിട്ടില്ലോ. ശരിക്കും പറയാൻ കഥകളി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറയുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്ന സമയത്ത് എനിക്ക് കാണണമെന്ന് ആസ്വദിക്കണം ഭയങ്കരമായിട്ട് ആഗ്രഹം. അപ്പൊ ആ തിരശ്ശില 4ാമത്തെ നോക്ക് കഴിഞ്ഞാൽ പിന്നെ തിരശ്ശില മാറ്റും. പിന്നെ ഈ മേളപ്പദം കഴിയുന്നത് വരെ തിരശ്ശില ഉണ്ടാവില്ല. അത് അങ്ങനെയാണ്. ആ ഒരു അങ്ങനെ ഒരു ചിട്ടയുണ്ട്. അത് കഴിഞ്ഞാൽ മേളപ്പം കഴിഞ്ഞാൽ തിരശ്ശില പിടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കഥയിലേക്ക് കിടക്കും. കഥയിലേക്ക് കിടക്കുമ്പോൾ ഓരോ രംഗം അനുസരിച്ച് ഇപ്പൊ കർമ്മശപഥം എന്ന് പറയുന്ന ഒരു കഥയ്ക്കാണെങ്കിൽ ആദ്യം മാത്രമേ തിരശ്ശില പിടിക്കുള്ളൂ. പിന്നെ ആ കഥ കഴിഞ്ഞിട്ടേ തിരശ്ശില പിടിക്കുള്ളൂ. അതിനും ഈ കർമ്മശപഥം കഥയ്ക്ക് മാത്രമേ ഉള്ള ആ ഒരു പ്രത്യേകത. ഇടയ്ക്ക് എങ്ങനെ തിരശ്ശില പിടിക്കാൻ ഒരു 3.5-4 മണിക്കൂർ. ഇത് മനസ്സിലാക്കാത്തവർക്ക് കഥ പറയും. എല്ലാ കളിസ്ഥലത്തും കഥ പറയണം, അത് നിർബന്ധമാണ്. കാര്യം അറിയാവുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ കൂടുതൽ. പക്ഷെ ഈ പുതുതായിട്ട് കഥകളി കാണാൻ വരുന്നവർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാം കഥ പറയും. ഇതിങ്ങനെയാണ് ഇതിന്റെ ചടങ്ങ് എന്ന് പറയുന്നത്. വേഷം ഉണ്ടല്ലോ, കത്തി, കഥകളില് പച്ച, കത്തി, താടി, മിനുക്ക്, വെള്ളത്താടി. കത്തി വേഷം പ്രധാനമായിട്ട് വരുന്നത് ഇപ്പൊ ദുര്യോധനൻ, രാവണൻ, നരകാസുരൻ. എല്ലാത്തിലും ഇതൊന്നും ആവശ്യം വരുന്നില്ല. ഇല്ലില്ല, ഓരോ കഥയ്ക്കനുസരിച്ച്. നെടുങ്കത്തി, കുറുങ്കത്തി എന്ന് പറഞ്ഞ 2 കത്തി വേഷങ്ങളുണ്ട്. പിന്നെ ഈ താടി വേഷങ്ങളിൽ തന്നെ ചുവന്ന താടി ഇപ്പൊ ദുശാസനൻ, ബാലി തുടങ്ങിയുള്ള. പിന്നെ അതിന്റെ കറുത്ത താടി വേഷം, അത് വലിയ കുറ്റിച്ചാമരം എന്നാ പറയുന്നത് ഈ കിരീടത്തിന്. അത് കറുത്ത താടി വേഷം എന്നുണ്ടെങ്കിൽ കലി. പിന്നെ അതേപോലെ കറുത്ത താടി വേഷം തന്നെയാണ്. താടി വേഷം അല്ല, കാട്ടാള വേഷം. കാട്ടാളിന്റെ കരിന്താടിയാണ്. ഹനുമാൻ വെള്ളത്താടി, നന്ദികേശ്വരൻ ചുവന്ന താടി. ചുവന്ന താടി എന്ന് പറഞ്ഞാൽ വലിയ കിരീടമല്ല, കേശവാര കിരീടം പോലുള്ള. അതേപോലുള്ള ഒരു മകുടം, അത് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കഥകളി വേഷം. അതാണ് കഥകളി വേഷങ്ങളിൽ. പിന്നെ മിനുക്ക് വേഷങ്ങളുണ്ട്. മിനുക്ക് വേഷങ്ങളാണ് പൊതുവെ ഈ സ്ത്രീ വേഷങ്ങൾ കംപ്ലീറ്റ് മിനുക്ക് വേഷം എന്നറിയുന്നത്. അതിൽ ഈ മിനുക്ക് വേഷങ്ങളിൽ തന്നെ പുരുഷ വേഷങ്ങൾ വരുന്നത് ഈ നാരദൻ, മുനിമാര്, അതും മിനുക്ക് വേഷങ്ങളിൽ പെടുന്നു. ഇപ്പൊ ഈ ചേട്ടൻ ഈ മദ്ദളം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നാളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന് പൂർണ്ണമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ എപ്പോഴെങ്കിലും ഈ അരങ്ങിലേക്ക് ചെന്നത് എപ്പോഴെങ്കിലും അവതരിപ്പിക്കണം അത്തരത്തിൽ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു വേഷം ചെയ്യാൻ?
അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. വേഷക്കാരനാവണമെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല അങ്ങനെ ഇത് ഒരു വേഷം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല. അത് ഏതെങ്കിലും അത് തരത്തിൽ- മാത്രമല്ല, അങ്ങനെ വേഷം ചെയ്യണമെന്ന് നമുക്ക് തോന്നി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് അത്രത്തോളം സ്ട്രെയിൻഡ് ആണ്. ഉം, ഉം, നമ്മൾ അതിന്റെ മുദ്രകളൊക്കെ കൃത്യമായി പഠിച്ച് അതിന്റെ താളത്തിൽ വിടുക, അതിനോടൊപ്പമുള്ള സ്റ്റെപ്പുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം. ഉം, ഉം, ഇപ്പൊ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ അവര് കാണിക്കുന്ന മുദ്രയ്ക്കും സ്റ്റെപ്പുകൾക്കും ഭാവത്തിനും കൂടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പുകളൊന്നും ചെയ്ത് പഠിച്ചിട്ട് അറിയാം, ഉം, ഉം. പക്ഷെ നമ്മളത് ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് തെറ്റും. ആ, അതിന്റെ പൂർണ്ണതയിലെത്തില്ല. ഉം, ഉം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഈ വേഷങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, കത്തി അങ്ങനെയുള്ള വേഷങ്ങൾ പറയാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും പ്രയാസം ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ടുന്ന വേഷം അങ്ങനെ പറയാനായിട്ട് വേഷം ഉണ്ടാവും. എല്ലാ വേഷങ്ങളും സ്ട്രെയിൻ ചെയ്ത് തന്നെയാണ്, വളരെ സ്ട്രെയിൻഡ് ആണ്. പിന്നെ ഇതിന്റെ വേഷം ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ കത്തി വേഷം എന്ന് പറയുന്നത് മിനിമം ഒരു 3 മണിക്കൂർ എങ്കിലും എടുക്കും. ആ മുഖത്ത് ചുട്ടിയും എഴുത്തും എല്ലാം കൂടെ കഴിഞ്ഞു വരാൻ ഒരു 3-3.5 മണിക്കൂർ വരും ഫുൾ കോസ്റ്റ്യൂമായിട്ട് ഒരു കത്തി വേഷം വരാൻ. ഈ കത്തി വേഷം ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ രാജസപ്രദമായിട്ടുള്ള, ഇപ്പൊ രാജാക്കന്മാരായിട്ടുള്ള, എന്നാൽ പച്ചവേഷത്തിന് നളന് രാജാവ്, പക്ഷെ അത് പച്ചവേഷം, അത് സാത്വികമായിട്ടുള്ള സാധാരണ സ്വഭാവമായിട്ടുള്ള. മറ്റത് കുറച്ച് ആസുരികമായിട്ടുള്ള ഇതൊക്കെ വരുന്ന പിന്നെ ദുര്യോധനൻ, പിന്നെ രാവണൻ, അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ. ചേട്ടൻ ഈ കലാസാഗർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് അവാർഡ് ധാരാളം കിട്ടിയിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വർഷം കിട്ടിയതാണ് കൃഷ്ണൻകുട്ടി ബഹളാസിന്റെ പേരുള്ള കലാസാഗർ അവാർഡ്. അത് കലാമണ്ഡലത്തിൽ വെച്ചാണ് കിട്ടുന്നത്. അത് ഈ 28-ാം തീയതിയാണ്. പിന്നെ അല്ലാതെ കലാമണ്ഡലം ശശികുമാർ സ്മാരക സുവർണ മുദ്ര, പിന്നെ ക്ഷേത്രവാദ്യകല അക്കാദമിയുടെ വാദ്യശ്രീ പുരസ്കാരം, പിന്നെ എറണാകുളം കഥകളി ക്ലബിന്റെ തൗരത്രിയം പുരസ്കാരം, പിന്നെ മാർഗി തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന മാർഗി തന്നെ 2 തവണ തന്നെ ആദരിച്ചിട്ടുണ്ട്, 2018-ലും 2019-ലും. പിന്നെ ഓയൂരാണ് എൻ്റെ ജന്മസ്ഥലം. ഓയൂർ കൊച്ചമ്മപ്ലാച്ചന്റെ സ്മാരകം 2 തവണ എന്നെ ആദരിച്ചു. ഓയൂര് ആദരിച്ചു. പിന്നെ അയർക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, വെളുന്നൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കീഴൂട്ട് ദേവി ക്ഷേത്രം തുടങ്ങി കുറെ ആദരവ്. നാട്യശാസ്ത്രയുടെ 2 തവണത്തെ അവാർഡ്, ഓയൂർ നാട്യശാസ്ത്രം 2 തവണത്തെ അവാർഡ്, കഴക്കൂട്ടം അർജുന നൃത്ത കലാലയത്തിന്റെ അവാർഡ്, അങ്ങനെ കുറെ അവാർഡും ആദരവും കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടൻ വേദികൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രതീക്ഷിക്കാതെ ഈ സിനിമാ രംഗത്തുനിന്നോ അത്തരത്തിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു അനുമോദനം പറയുകയോ അല്ലെങ്കിൽ പ്രശംസിക്കുക, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് പ്രശംസ സിനിമാ രംഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് വാദ്യശ്രീ കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ശരത്ത്, ഞങ്ങളുടെ സംഗീതത്തിന്റെ പ്രൊഫസറായിരുന്നു മാർഗിയിലെ, ശരത്തിന്റെ അച്ഛൻ വെൺമണി ഹരിദാസ് അച്ഛൻ, ഹരിദാസന്റെ മകനാണ്. അപ്പൊ കുട്ടിക്കാലം മുതൽ ശരത്തിനെ അറിയാം. അങ്ങനെ ശരത്ത് വിളിച്ച് ആശംസ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെടുമുടി വേണുചേട്ടൻ നേരിട്ട് കണ്ടപ്പോഴുള്ള ആശംസ പറഞ്ഞു. ഇപ്പൊ ചേട്ടാ, നമ്മൾ ഈ കലാകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ കലാമണ്ഡലം സത്യഭാമ നമ്മുടെ കലാഭവൻ മണിയുടെ അനിയനെതിരെ, രാമകൃഷ്ണനെതിരെ, അദ്ദേഹം കറുത്തവനാണ് അതുകൊണ്ട് ഈ വേഷങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അത്തരത്തിൽ കറുപ്പിനെതിരെ ഒരു വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയിരുന്നു. ഇതൊരു കലാകാരൻ എന്ന രീതിയിൽ ഇതിനെങ്ങനെയാണ് ചേട്ടൻ കാണുന്നത്? ശരിക്കും കലാകാരനിലെ കറുപ്പോ വെളുപ്പോ ഒരു വ്യത്യാസമില്ല. ഞങ്ങളുടെ കറുപ്പിന് 7 അഴകാണ് ഇവിടെ. കഥകളിയിൽ മിനുക്ക് വേഷങ്ങൾ ചെയ്യുന്ന പലരും പിന്നെ കറുത്ത ആൾക്കാരുണ്ട്, വെളുത്ത ആൾക്കാരുണ്ട്. പക്ഷെ ആ വേഷം ചെയ്യുന്നത് കൃത്യമാണോ? ആ കലാകാരന്റെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഈ കളറിനെ എന്താ അതിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളത് അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. കലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. ഇപ്പൊ ചേട്ടൻ ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്ര നാളെ റിട്ടയർഡ് ആവാനുള്ളത് ഇതിനകത്ത് അങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ മാർഗിന് 60 വയസ്സാണ്. അപ്പൊ റിട്ടയർഡിന് ശേഷം എന്താണ് ഇനി എന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അതൊരു കലാലയം തുടങ്ങുമോ നമ്മൾ? കലാലയം തുടങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഈശ്വരൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം പ്രോഗ്രാമായിട്ടൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയാണ്. അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എന്തായാലും ഇത്രയും നല്ലൊരു മീഡിയ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കലാരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങളെ പ്രൊമോട്ട് ചെയ്യണം, അത് അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ ചേട്ടന്റെ ചോദ്യം വളരെ അർത്ഥവത്തായിട്ടൊരു ചോദ്യമാണ്. ഞങ്ങൾ മീഡിയ എന്ന രീതിയിലും ഈ കലയെ ആസ്വദിക്കുന്നവരെന്ന രീതിയിലും ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ക്ഷേത്രങ്ങൾ എടുത്താൽ തന്നെ അവിടെ ഈ നാടൻ കലാരൂപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊന്നും തന്നെ ഇപ്പൊ ഇല്ല. എല്ലാവർക്കും ആവശ്യം ഇപ്പൊ DJ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ നാടൻ കലകൾ ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല. അതൊക്കെ തന്നെ നമ്മുടെ നാടിന് ആവശ്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നാടൻ കലകളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ ചാനലിന്റെ തീരുമാനം. അത് ചേട്ടൻ ചോദിച്ചതിന് വളരെയധികം നന്ദി. അത്തരത്തിൽ ചോദിച്ചു. അല്ല, ആ ഒരു മനസ്സാണ് ഏറ്റവും വലുത്. അന്യം നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ ആ കലകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാവുകയും ചെയ്യും. പലരും ഇതിലേക്ക് വരും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ മനസ്സിന് ഞാൻ നന്ദി. ചേട്ടനോടുള്ള സംസാരം ഞാൻ അടക്കമുള്ളവർക്ക് എനിക്ക് കഥകളെ കുറിച്ച് ഒന്നും ബേസിക്കലി അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പൊ ചേട്ടനുമായിട്ട് സംസാരിച്ചതിൽ പിന്നെ എനിക്ക് അതിനോട് ആഗ്രഹം തോന്നുന്നത് കാണണമെന്നും. അപ്പൊ അത്തരത്തിൽ വലിയൊരു പ്രചോദനം തന്നതിന് ഈ കലാപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിൽ വളരെയധികം നന്ദി. അതേപോലെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കും. താങ്ക്സ്.